പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം, അതായത് PCOSന്റെ പേര് മാറ്റിയിരിക്കുന്നു. അതെ, പുതിയ പേരാണ് PMOS, പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം. ഇത് എന്തിനാണ് എന്നല്ല നിങ്ങൾ ആലോചിക്കുന്നത്. PCOS എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാരുടെ മനസ്സിൽ എന്താണ് വരിക? ഓവറി സംബന്ധമായ എന്തോ പ്രശ്നം, ആർത്തവം തെറ്റി വരുന്നതുമായി ബന്ധപ്പെട്ട എന്തോ ഒരു അസുഖമെന്ന് മാത്രമാണ്. എന്നാൽ ഈ അസുഖം അങ്ങനെയല്ല. ഇതിന് പല തലങ്ങളുണ്ട്, പല രീതിയിൽ പല ഓർഗൻസിനെ ഇത് ബാധിക്കുന്നുണ്ട്. അത് പ്രോപ്പറായിട്ട് ഈ പേര് കൊണ്ട് കൺവേ ആകുന്നില്ല എന്നതാണ് ആദ്യത്തെ പ്രശ്നം. ലോകത്തിൽ ഏകദേശം 17 കോടിയോളം സ്ത്രീകൾക്ക് PCOD, അതായത് നമ്മുടെ ഇപ്പോഴത്തെ PMOS ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ ഈ പേരിലെ പ്രശ്നം കാരണവും അതിൻ്റെ കറക്റ്റ് ഡയഗ്നോസിസ് വരാത്ത കാരണവും ചികിത്സ വൈകുകയും അവർക്ക് വേണ്ട കെയർ കിട്ടാനൊക്കെ ഒരുപാട് താമസിക്കുന്നു എന്ന് ഒരുപാട് പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഈ പേര് മാറുന്നു? നമുക്ക് ആ പേര് വെച്ച് തന്നെ നോക്കാം. പുതിയ പേര് പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം എന്നാണ്. പോളി എൻഡോക്രൈൻ, എന്താണ് പോളി എൻഡോക്രൈൻ? ഒന്നിൽ കൂടുതൽ എൻഡോക്രൈൻ സിസ്റ്റംസ് ഇതിനകത്ത് ഇൻവോൾവ് ആണ് എന്നുള്ളതാണ്. അപ്പം ഇൻസുലിൻ, ആൻഡ്രജൻസ്, ഇങ്ങനെ പലതരം ഹോർമോൺസിൻ്റെ വ്യതിയാനങ്ങളും അത് കാരണമുള്ള എഫക്ട്സും ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് ഈ PMOS. പിന്നെ രണ്ടാമത്തേത് എന്താണ്? മെറ്റബോളിക്, അതായത് നമ്മുടെ ശരീരത്തിൽ മെറ്റബോളിക് ആയിട്ടുള്ള പല കാര്യങ്ങളെയും ഇത് വേണ്ടാത്ത രീതിയിൽ ബാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് പ്രമേഹം വരാം, ഹൈപ്പർ ടെൻഷൻ വരാം, ഹൃദ്രോഗങ്ങൾ വരാം, വന്ധ്യത കൊണ്ടുവരാം, ഇങ്ങനെ പല ഓർഗൻസിനെ മോശമായ രീതിയിൽ ബാധിക്കുന്ന ഒരു അസുഖമാണ് ഈ PMOS. അതുകൊണ്ടാണ് മെറ്റബോളിക് കമ്പോണൻറ്റ് ഇതിനകത്തിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തേത് പണ്ടുണ്ടായിരുന്ന പോലെ ഒവേറിയൻ. അപ്പോൾ ഈ സിസ്റ്റ് എന്നുള്ള വാക്ക് ഇപ്പോൾ നമ്മൾ എടുത്ത് മാറ്റി. കാര്യം സിസ്റ്റ് ഇല്ലാതെയും ഈ PMOS വരാം. അപ്പം ഒവേറിയൻ ഡിസ്ഫങ്ഷൻ എന്നാണ് നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലവർ ആർത്തവം തെറ്റി വരാം, ചിലവർക്ക് വന്ധ്യത പ്രശ്നങ്ങളാകാം. ഇപ്പോൾ ഓവറിയും അതിൽ നിന്ന് വരുന്ന ഹോർമോൺസും പ്രോപ്പറായിട്ടല്ലാത്തത് കാരണം, ഹോർമോണൽ വ്യതിയാനങ്ങൾ കറക്റ്റായി നടക്കാത്തത് കാരണം ഈ ആർത്തവം തെറ്റി വരിക, വന്ധ്യത ഇഷ്യൂസൊക്കെ വരുന്നതും ഈ അസുഖത്തിൻ്റെ ഒരു കോർണർ സ്റ്റോണാണ്. അതുകൊണ്ടാണ് ഒവേറിയൻ എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നൊരു സിൻഡ്രോം, അതാണ് പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം. മറ്റേത് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറയുമ്പോഴത്തേക്ക് ഓവറിൽ സിസ്റ്റ് വരുന്ന അസുഖം എന്നുള്ള രീതിയിൽ അതിനെ അങ്ങ് വളരെ നിസ്സാരവൽക്കരിച്ച് കേട്ടുന്നൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു. ഈ ഒരു പേരുമാറ്റം ഒരു ആദ്യത്തെ സ്റ്റെപ്പാണ്. അപ്പോൾ ആൾക്കാർ ഈ അസുഖത്തിൻ്റെ ഒരു സീരിയസ്നെസ് എന്താണ്, ഇത് പല സിസ്റ്റത്തെ അഫക്റ്റ് ചെയ്യുന്ന ഒരു അസുഖമാണെന്ന് മനസ്സിലാക്കാനും വേണ്ട രീതിയിൽ ഇതിന് ട്രീറ്റ്മെൻറ്റ് നേടാനും എത്തും എന്നുള്ളൊരു പ്രതീക്ഷയുടെ തുടക്കമാണ് ഈ പേരുമാറ്റം. ബാക്കി നമുക്ക് വഴിയെ നോക്കാം.